ഈ ചാനലിൽ കയറി ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിലും ഇനി കണ്ടിട്ട് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഇപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണേ. ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. നമ്മുടെ നേപ്പാൾ വ്ലോഗിൻ്റെ പാർട്ട് 3 വീഡിയോയാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇച്ചിരി വൈകിപ്പോയെന്നറിയാം, എന്നാലും എല്ലാവർക്കും സ്വാഗതം. പൊക്രയിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ച അത്രയും ടൈം നമുക്കിവിടെ കിട്ടിയിട്ടില്ല. കാരണം 2 മണി കഴിഞ്ഞ് അവിടെ നിന്നാൽ പിന്നെ ഒരു ദിവസത്തെ ഫുൾ റെൻറ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പം തന്നെ ഞങ്ങൾ ഉള്ള ക്യാഷും കൊടുത്തിട്ട് ബാഗ് കൊടുത്തിറങ്ങി. നെക്സ്റ്റ് പ്ലാൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഗാൻഡോക്കിലേക്കാണ് പോണേ. പക്ഷേ അവിടെ പോകണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് പാസ് എടുക്കണം. പാസ് ഇല്ലാണ്ട് അങ്ങോട്ട് കയറ്റില്ല. അപ്പോൾ ആദ്യം പോകേണ്ടത് ഇമിഗ്രേഷൻ ഓഫീസിലേക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം തന്നെ ഞങ്ങളൊരു ടാക്സി പിടിച്ച് ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് പോയി. അവിടെ ചെന്ന് നമ്മളൊരു 1000 നേപ്പാളി റുപ്പീസ് കൊടുത്ത് ഒരു ഫോമും ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവർ പാസ് തരും. പിന്നെ ഒരു കാര്യം മറക്കല്ല, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്തായാലും കയ്യിലുണ്ടാവണം. അങ്ങനെ പാസും കയ്യിൽ കിട്ടി, ഞങ്ങൾ ഹാപ്പിയായി. പിന്നെ പോയത് ബാഗ്ലൂം ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്നാണല്ലോ നമുക്ക് ബസ്സും ജീപ്പൊക്കെ കിട്ടുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ഒറ്റ ബസ്സും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ജീപ്പ് എടുക്കേണ്ടി വന്നു. ജീപ്പിന് പോവുകയാണെങ്കിൽ ഒരാൾക്ക് 800 നേപ്പാളി റുപ്പീസാണ് റേറ്റ് വരും. ഞങ്ങൾ പോയ ജീപ്പിലൊരു 5-6 പേരുണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഗ്യാങ്ങും പിന്നെ ഞങ്ങൾ 2 പേരും. 3-4 മണിക്കൂർ ട്രാവൽ ചെയ്തത് പോട്ടെ, അതും വെറും ഒരു യാത്രയായിരുന്നില്ല. ഇതുപോലത്തെ റോഡുകളും നിറച്ച് പൊടിയും ഒക്കെ ആയിരുന്നു. ഇതൊന്നുമല്ലായിരുന്നു പ്രശ്നം, നമ്മുടെ ജീപ്പിൻ്റെ അകത്തുനിന്ന് വന്ന കരി പിടിച്ച പുക നമ്മൾ ബാക്ക് സൈഡിൽ ഇരുന്നത് കൊണ്ട് അതും ശ്വസിച്ചിരിക്കേണ്ടി വന്നു. പോണ വഴിയിൽ ഒത്തിരി വെള്ളച്ചാട്ടങ്ങളും പിന്നെ നമുക്ക് അവിടെ എത്താറായപ്പോഴത്തേക്കും അന്നപൂർണ്ണയുടെ കുറച്ച് പാർട്സൊക്കെ വണ്ടിയിലിരുന്ന് തന്നെ കാണാൻ പറ്റി. ജീപ്പിലൊക്കെ ഇതിനു മുമ്പ് 1-2 വട്ടം കയറിയിട്ടുണ്ടെങ്കിലും ജീപ്പ് യാത്ര ഒരു അത്ഭുതമായിട്ട് തോന്നിയത് ഇത്തവണയാണ്. കാരണം അമ്മാതിരി കുടുക്കാണ് നമ്മൾ ആ വണ്ടിയിൽ ഇരുന്ന് കുടുങ്ങിയത്. റോഡ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമുക്കത് നന്നായിട്ട് ബുദ്ധിമുട്ടായി. കാവടി തുള്ളി ജീപ്പിൽ കയറിയിട്ട് ട്രാജഡി ആയിട്ട് പുറത്തു വരേണ്ട അവസ്ഥയായി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചയെ ഓർത്തിട്ട് ഈ കഷ്ടപ്പാടെല്ലാം ഞാൻ സഹിച്ചു. ഒടുവിൽ നമ്മൾ ഗാൻഡോക്കിലെത്തിയപ്പോഴോ ഇതുപോലൊരു സന്തോഷം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഈ മുഖത്ത്. ഇതിനു മുമ്പൊക്കെ നമ്മൾ ചെറിയ ട്രാവലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സ്ഥലത്തേക്ക് വരുന്ന ആദ്യമായിട്ടാണ്. ചുറ്റിലും മഞ്ഞുമലകളൊക്കെ കണ്ടിട്ട് ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ്. ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയില്ല ആദ്യം. പിന്നെ ഞങ്ങളങ്ങ് നടന്നു മുന്നോട്ട്. ഗാൻഡോക്ക് നല്ല തിരക്കുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി ഹോം സ്റ്റേകളൊക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ അതിലൊന്ന് തപ്പി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ വരുമാനമാണ് ഹോം സ്റ്റേ. അതുകൊണ്ട് തന്നെ നമുക്ക് റൂം കിട്ടാണ്ട് വരില്ല. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരെണ്ണം കണ്ടുപിടിക്കണം. റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഗുരുവും കോട്ടേജ് തപ്പി ആദ്യം നടക്കാൻ തുടങ്ങി. പക്ഷേ നടന്ന് മലയുടെ മണ്ടയ്ക്കെത്തിയിട്ടും ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.